പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, HSST ഫിസിക്സ് പരീക്ഷയ്ക്കായിട്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മൊബൈൽ ഓൾറെഡി ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പരീക്ഷ നടക്കുന്നത് ജൂണിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജൂൺ മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്. ഇതിനുള്ള കൺഫർമേഷൻ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് HSST ഫിസിക്സിനായിട്ടുള്ള കൺഫർമേഷൻ നാളെ മുതൽ കൊടുക്കാം. അതായത് മാർച്ച് 23 മുതൽ കൊടുക്കാം എന്നുള്ളതാണ് PSC അറിയിച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പൊ ജൂണിലാണ് പരീക്ഷ നടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എക്സാക്ട് ആയിട്ടുള്ള തീയതി നാളെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം HSST ഫിസിക്സ് PSC ഷെഡ്യൂൾ ചെയ്തിരുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സ്ലോട്ടിലായിരുന്നു. അതിൽ ജൂണിൽ തന്നെ പരീക്ഷ വന്നിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് പഠിക്കേണ്ട സമയമാണിനി. നമുക്കറിയാം ഇതിപ്പോൾ മാർച്ച് എൻഡായി. ഈ ഏപ്രിൽ, മെയ് ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ആകെയുള്ള സമയം. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും ഇന്റൻസീവായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. ഒരു സമയം പോലും നമുക്കിനി പാഴാക്കാനായിട്ടില്ല. നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ I+ന്റെ കോഴ്സിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പൊ നമ്മുടെ ഓഫറുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. കോഴ്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അവിടെ ട്രയൽ ക്ലാസ്സുകൾ കാണാം. അതുൽ സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെയാണ് HSST ഫിസിക്സിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ജനറൽ ടോപ്പിക്കും ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ജനറൽ ടോപ്പിക് ഉൾപ്പെടെ സബ്ജക്റ്റും ജനറൽ ടോപ്പിക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് HSST ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ ടെസ്റ്റുകളും ലൈവ് സെഷനുകളും ഒക്കെ ആയിട്ട് നമ്മൾ കോഴ്സ് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിൽ എൻറോൾ ചെയ്യാം. അപ്പോൾ മറക്കണ്ട, നാളെ കൺഫർമേഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടി പഠിക്കുക. ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് അധ്യാപകരാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.